2018 അവസാനമായി മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം പുതുക്കി തീരുമാനിച്ചത്. മന്ത്രിമാരുടെ ശമ്പളം 55,012 രൂപയിൽ നിന്ന് 97,429 രൂപയാക്കുകയും MLA-മാരുടേത് 39,500 നിന്ന് 70,000 ആക്കുകയും ചെയ്തു. അതിനും പുറമെ എത്ര ലക്ഷം രൂപയുടെ ചികിത്സ നടത്തിയാലും അതും അവർക്ക് സമ്പൂർണ്ണ സൗജന്യമാണ്. ആർക്ക് വേണമെങ്കിലും സൗജന്യ ചികിത്സ കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്: ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന മന്ത്രിമാർക്കും MLA-മാർക്കും മതിയോ സൗജന്യം? ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ വേണ്ടേ? പരിപൂർണമായും സൗജന്യ ചികിത്സ കിട്ടിക്കൊണ്ടിരുന്ന സർക്കാർ ആശുപത്രികളെ APL BPL തരംതിരിച്ച് നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും പണം കൊടുത്താലേ ചികിത്സ ലഭിക്കൂ എന്ന ദുരവസ്ഥയുണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ചൊരക്ഷരം മിണ്ടാതെ തങ്ങളുടെ പാർട്ടി നേതാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിയത് ഒരു മഹത്തായ കാര്യമായി ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്. ശരി, മൂത്ത നേതാക്കൾ അമേരിക്കയിൽ മാത്രം ചികിത്സ നടത്തുന്ന ഈ സുവർണ കാലഘട്ടത്തിൽ കുട്ടി നേതാക്കൾ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് പ്രതിപൂരണം നേടി മാതൃക കാണിക്കുന്നത് അഭിനന്ദനാർഹം തന്നെ. പക്ഷേ മന്ത്രിമാർക്കും MLA-മാർക്കും കിട്ടുന്നത് പോലെ സൗജന്യം, പ്രതിപൂരണം, അതായത് റീഇംബേഴ്സ്മെന്റ് സാധാരണ മനുഷ്യർക്കും കിട്ടേണ്ടതാണ്. ഇനി ജീവനക്കാരോട് ഒരു കാര്യം: നിങ്ങൾക്കും പ്രതിപൂരണം കിട്ടുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. കേരളത്തിലെ 5 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിൽ പകുതിയിലധികവും ഈ പറയുന്ന പ്രതിപൂരണം കിട്ടിയ മന്ത്രിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട യൂണിയനിൽ അംഗങ്ങളാണ്. നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ ധനമന്ത്രിക്ക് കിട്ടിയതുപോലെ 100% പ്രതിപൂരണം കിട്ടിയിട്ടുണ്ടോ? കേരളത്തിലെ 90% ജീവനക്കാരും റീഇംബേഴ്സ്മെന്റിന് അപേക്ഷിച്ചാൽ ചിലവായതിൻ്റെ 25% പണം പോലും കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ഡോക്ടറുടെ ഒപ്പില്ല, ആശുപത്രിയുടെ സീലില്ല, മരുന്നുകളുടെ ശാസ്ത്രീയ നാമമില്ല, എക്സ്റേക്ക് പണം അനുവദിക്കാൻ കഴിയില്ല തുടങ്ങിയ 100,000 നൂലാമാലകളും മുടന്തൻ ന്യായങ്ങളും കേട്ട് അവസാനം റീഇംബേഴ്സ്മെന്റിനുള്ള അപേക്ഷ വലിച്ചു കീറി ചവറ്റുകൊട്ടയിലെറിഞ്ഞവരായിരിക്കും ബഹുഭൂരിപക്ഷം ജീവനക്കാരും. അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് മന്ത്രിമാർക്കും MLA-മാർക്കും ഓഡിറ്റിംഗ് പോലും ഇല്ലാതെ എഴുതി കൊടുക്കുന്ന മുഴുവൻ പണവും പാസാക്കി കൊടുക്കാനുള്ള വകുപ്പുണ്ടത്രേ. മന്ത്രിമാർക്കും MLA-മാർക്കും കൊടുത്തോളൂ. കൂട്ടത്തിൽ പട്ടിണിപ്പാവങ്ങളായ ജനങ്ങളും സൗജന്യങ്ങൾക്ക് അവകാശികളാണെന്ന കാര്യം അധികാരികൾ ഓർക്കുന്നത് നല്ലതാണ്.